ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന് ആദരാഞ്ജലിയുമായി ജന്മനാട്. തിരുവനന്തപുരം നന്ദിയോട് ജംഗ്ഷനിലാണ് പൊതുദർശനം. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ ധീരജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം ഭൗതിക ശരീരം ഇപ്പോൾ നന്ദിയോട് പഞ്ചായത്തിന് ഓഫീസിന് എതിർവശമുള്ള പൊതുമന്ദിരത്തിൽ ഇപ്പോൾ പൊതുദർശനത്തിന് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് മുമ്പാണ് കുടുംബ വീട്ടിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി CRPFന്റെ വാഹനത്തിൽ ഇവിടേക്ക് എത്തിച്ചത്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാണ്ട് 15 മിനിറ്റായിരുന്നു ഇവിടെ പൊതുദർശനത്തിന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾ ഈ നാട് മുഴുവനായി ധീരജവാൻ വിഷ്ണുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നു. അതുകൊണ്ട് 15 മിനിറ്റിനുള്ളിൽ ഈ പൊതുദർശനം ഇവിടെ കഴിയാൻ സാധ്യതയില്ല. അതിലേറെ സമയം ഇവിടെ എടുക്കും. അത്രയധികം ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, കാരണം നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. അത്രയധികം ജനങ്ങളാണ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇവിടെ മുഴുവൻ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. ഈ വ്യാപാര സമൂഹവും അതുപോലെ തന്നെ വിഷ്ണു ഓടി നടന്ന നാടാണ്, ജനിച്ച് വളർന്ന നാടാണ്. അദ്ദേഹത്തിന്റെ 24ാമത്തെ വയസ്സ് വരെ സജീവമായി നിന്ന നാടാണ്. ഈ CRPFൽ ജോലി ചെയ്ത ശേഷവും അദ്ദേഹം അവധിക്കാലത്ത് നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടുത്തെ പൊതുപരിപാടികളിലും കലാപരിപാടികളിലും ഒക്കെ സജീവമായി നിന്ന നാടാണ്. അദ്ദേഹം ഏറെ അടുപ്പമുള്ള, ഏറെ സ്നേഹമുള്ള നാട്. ആ നാട് ഒരു കണ്ണീരാഞ്ജലി നൽകാൻ അദ്ദേഹത്തെ അവസാനമായി വരുന്നവർക്ക് കാണാൻ ഇവിടേക്ക് ഒഴുകി എത്തുകയാണ്. ഇന്ന് രാവിലെ 6:30 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചത്. അവിടെയും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രതിനിധികളും MLAമാരും മന്ത്രിമാരടക്കം ഇവിടെ എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 മണിക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഛത്തീസ്ഗഡിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. അവിടെ പോലീസും സർക്കാരിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി ADയും മേയറും MLAമാരടക്കമുള്ളവർ ചേർന്ന് അത് ഏറ്റുവാങ്ങി അവിടെ സല്യൂട്ട് നൽകി സ്വീകരിച്ച ശേഷം വിലാപയാത്രയായ അദ്ദേഹം 1.5 മാസം മുമ്പ് പണി കഴിപ്പിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത് പുലർച്ചെ 4 മണിയോടെ ആ വീട്ടിലെത്തിച്ചു. അവിടെയും 1 മണിക്കൂറിലധികം നേരം അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അവിടെ അച്ഛനും അമ്മ, സഹോദരൻ, ഭാര്യയും 2 കുട്ടികളുണ്ട്. ഏറെ വൈകാരികമായ, ഏറെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു ആ വീട്ടിൽ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ 7 വയസ്സുള്ള നിർദേവ്, 2-3 വയസ്സുള്ള നിർവിൽ, അങ്ങനെ 2 ആൺമക്കൾ. അദ്ദേഹം 1.5 മാസം മുമ്പ് ആണ് അവസാനമായി നാട്ടിലെത്തി. അദ്ദേഹം പണി കഴിപ്പിച്ച വീട്ടിലായിരുന്നു. ആ വീട് പാലുകാഴ്ച കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിയതാണ്. പിന്നീട് ഓണാഘോഷത്തിനായി നാട്ടിലേക്ക് വരാമെന്ന വാക്കു നൽകിയാണ് മടങ്ങിയത്. ഈ അപകടം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സഹോദരനെ ഫോൺ വിളിച്ചതാണ്, സംസാരിച്ചതാണ്. പക്ഷേ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് കുടുംബത്തെ തേടിയെത്തിയത്. അങ്ങനെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന, എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി വിഷ്ണു മടങ്ങുന്നു. അദ്ദേഹം ഒരുപാട് കാലം ഓടി നടന്ന, അദ്ദേഹം സഞ്ചരിച്ച വഴിയിൽ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം അവസാന യാത്രയ്ക്കായി ഇവിടെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ഇതിനുശേഷം അദ്ദേഹം പഠിച്ച SKV സ്കൂളിലായിരിക്കും അവസാന പൊതുദർശനം നടത്തുക. അവിടെ 11:30 ഗവർണർ അന്ത്യോപചാരം അർപ്പിക്കും. അതിനുശേഷം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന് ജന്മനാട് ആദരാഞ്ജലികൾ നൽകുന്നു. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.